ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡെയിലി മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് 5 o'clock തൊട്ട് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് ഒരു 8:30 9 o'clock ഒക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതുവരെയുള്ള മോർണിംഗ് റൊട്ടീനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. ഇപ്പോൾ UAE വിൻ്റർ ഹോളിഡേയ്സ് ആണ്, എന്നാലും നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. ഹസ്ബൻഡ് ഒരു 5:30-ക്കാണ് പോകുന്നത്. അപ്പം ഞാനൊരു 5 o'clock എഴുന്നേക്കും. ഇക്ക അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫുഡ് കൊണ്ടുപോകും. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി വല്ലതും ആക്കി കൊടുക്കും. ഇത് പക്ഷേ 5:30-ക്കല്ല കേട്ടോ ഇറങ്ങിയത്, 7 o'clock. അതുകൊണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെയാണ് കറി ഉണ്ടാക്കിയത്. സാധാരണ ഞാനാണെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കും. ഇന്ന് പിന്നെ ലേറ്റായിട്ട് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെയാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല കുറച്ച് ചൂടുവെള്ളം ഞാൻ കുടിക്കാറുണ്ട്. പിന്നെ എനിക്ക് തൈറോയിഡ് ഉണ്ടായതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും. അത് കഴിഞ്ഞൊരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റൂ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കടല വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, കടലക്കറി. അപ്പോൾ എൻ്റെ രാവിലെ, എസ്പെഷ്യലി രാവിലെ ഉണ്ടാക്കുന്ന ഏത് കറിയായാലും ഭയങ്കര സിമ്പിളായിട്ട് ഇല്ലെങ്കിൽ എളുപ്പം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ സുപ്ര വിരിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്ക് കിച്ചൺ അങ്ങനെ ഡേർട്ടി ആവത്തില്ല. രാവിലെ ടൈമൊക്കെ ഉള്ള സമയത്ത് നല്ല രീതിയിൽ തേങ്ങയൊക്കെ അരച്ച് ടൈം എടുത്തൊക്കെയാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. പക്ഷെ രാവിലെ ഭയങ്കര മടിയും അതുപോലെ ഇപ്പം തണുപ്പും പിന്നെ ടൈമും കുറവാണ്. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കടലക്കറിക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ ഓണിയൻ, പിന്നെ ഒരു തക്കാളിയും കൂടെ എടുത്ത് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ കടലയുടെ കൂടെ ഇട്ട് വേവിക്കും. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കടലയുടെ കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒരു 7-8 വിസിൽ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കടലക്കറി റെഡിയാവും. പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് കടല മാത്രം കുറച്ചൊരു പോർഷൻ കടല മാറ്റിയിട്ട് ഞാൻ അതൊന്ന് തണുക്കാൻ വെക്കും. അത് തണുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ കുക്കറിനകത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഭയങ്കര തിക്ക് ഗ്രേവി ആയിട്ട് അത് അടിച്ചെടുക്കും. പിന്നെ ഈ കടലയുടെ മിക്സ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കടലക്കറിയിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കും. അപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ആ തിക്ക് ഗ്രേവി ഞാനൊരു 5 minutes നല്ല രീതിയിൽ ചെറിയ തീയിലിട്ട് തിളയ്ക്കാൻ വെക്കും. അപ്പോഴത്തേക്ക് ആ പച്ച ടേസ്റ്റൊക്കെ മാറി നമ്മുടെ കടലക്കറി, ഈസി ആയിട്ടുള്ള കടലക്കറി കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി സെറ്റായിട്ടുണ്ട്. ടൈം ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കറിയാണ് കേട്ടോ ഇത്. കാരണം അത്രയ്ക്ക് ടൈം എടുക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നതെങ്കിലും എൻ്റെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന 2 കറിയാണ്. ഒന്ന് ഗ്രീൻ പീസ് കറിയും ഒന്ന് കടലക്കറിയും ചപ്പാത്തിക്ക് വേണ്ടി. അതാകുമ്പോൾ ഒട്ടും ടൈമും എടുക്കത്തില്ല, എളുപ്പം സാധനം കഴിഞ്ഞ് കിട്ടും. അപ്പം നേരത്തെ നമ്മൾ ചൂടാക്കി വരച്ച വെള്ളം ഞാൻ കുടിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇപ്പം ഇനി ചൂടുവെള്ളവും അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റും കൂടെ, ഞാൻ പറഞ്ഞ തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കൂടെ കഴിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 o'clock ഇന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കിനി ലഞ്ച് ബോക്സും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും പുള്ളിക്കാരൻ അവിടെ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി കൊടുത്തു വിടണം. ഞാൻ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നെങ്കിൽ അവക്കാഡോ ടോസ്റ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത്തക്കായും അതുപോലെ മുട്ടയും പുഴുങ്ങിയതാണ്. അപ്പോൾ ഏത്തക്കയും മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും തലേദിവസം കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിനകത്തിട്ട് വെക്കാറുണ്ട് കേട്ടോ. അടുത്ത മോർണിംഗ് ടാബ്ലറ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനത് കഴിക്കാറുണ്ട്. സ്കിന്നിന് നല്ലതാണെന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായി അത് എപ്പോഴും കഴിക്കാറുണ്ട്. ജസ്റ്റ് വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ സ്കിപ്പ് ചെയ്യുന്നത്. അത് ആ സമയത്ത് റൊട്ടീനൊന്നും ശരിയാവാറില്ല. അപ്പോഴത്തേക്ക് മടിയാണ് കഴിക്കാനും, പിന്നെ കുറച്ച് ലേറ്റാവും എഴുന്നേൽക്കാനും, പിന്നെ ഫുഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവും. അപ്പം അത് സ്കിപ്പാവാറുണ്ട്. അതുപോലെ തന്നെ തലേദിവസം ഞാൻ കുറച്ച് നട്ട്സും കൂടി വെള്ളത്തിനകത്ത് ഇട്ട് വെക്കും. കാരണം ഞാൻ മോർണിംഗിൽ ചിലപ്പോൾ സ്മൂത്തി വല്ലതായിരിക്കും കഴിക്കുന്നത്.
അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ തന്നെ ഹോം മെയ്ഡ് ചപ്പാത്തി വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഞാൻ ഓർഡർ ചെയ്യും, ഒരു 6 ഇപ്പം ഒരു 2 വീതം നമ്മൾ 2 പേരും ഇതുപോലെ 4 രാത്രി കഴിക്കും. പിന്നെ ഒരു 2 ഇക്കായ്ക്ക് കൊടുത്തു വിടാൻ ഞാൻ മാറ്റി വെക്കും. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് നട്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഫുഡെല്ലാം സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് കടലക്കറി മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, കടലക്കറി കുക്കറിൽ വെച്ചേക്കുവാണ്. കുക്കറിൻ്റെ വിസിൽ പോയിട്ട് ഇനി കുറച്ച് അതിനകത്തുനിന്ന് കടല എടുത്തിട്ട് വേണം ഒന്ന് അരച്ചെടുത്ത് അതിനകത്ത് ചേർത്ത് ഒന്ന് ഗ്രേവി ആക്കി സെറ്റാക്കി എടുക്കാൻ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും, എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ കിച്ചണിലുള്ള ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി വരുന്ന ഒരു പ്ലാന്റ് ആണിത്. എനിക്ക് ഭയങ്കര ഇത് ഞാൻ കുറേ നാൾ വെളിയിൽ വെച്ച് ഫുള്ള് പോയ ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അകത്തെടുത്ത് വെച്ച് പ്രത്യേകിച്ച് സൺലൈറ്റോ ഒന്നും ഞാൻ അതിനകത്ത് ചെയ്യാറില്ല. ഒന്നും ജസ്റ്റ് വേറെ അഡീഷണലായിട്ട് ഒന്നും ഞാൻ ആഡ് ചെയ്യാറുമില്ല. ബട്ട് അത് നല്ല രീതിയിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ കടലയൊക്കെ സെറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്ന് ഒരു 2 സ്പൂൺ മാറ്റിയിട്ട് അതൊന്ന് ജസ്റ്റ് ക്രഷെല്ലാം നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ആക്കിയെടുക്കണം. കൂടുതൽ വെള്ളം ആഡ് ചെയ്താൽ പിന്നെ ഭയങ്കരമായിട്ട് വെള്ളമായി പോവും. ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ട് കിട്ടും, കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഞാനെടുത്ത ആ സ്പൂൺ കണ്ടില്ലേ, ആ ഒരു സ്പൂണിലാണ് ഞാനൊരു 2 സ്പൂണാണ് എടുത്തേക്കുന്നത് കടല. അത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇനി നമ്മളത് ഈ കടലക്കറിയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഇനി താളിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി. ഇക്കയുടെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഇക്ക ഇറങ്ങിയിട്ടുണ്ട്. ഒരു 7 o'clock ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഓഫീസിൽ പോകുന്നത്. ഓൾറെഡി ഇന്നലെ വെച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു, അപ്പം അതുപോലെ തന്നെ മോരുകറിയും ബാക്കിയുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് തോരനും അതുപോലെ തന്നെ പാവയ്ക്ക തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ മോനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ടാക്കിയാൽ ഇന്നത്തെ ലഞ്ചും റെഡിയാവും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ബീൻസ് മെഴുക്കുവരട്ടിയും പിന്നെ പാവയ്ക്ക ഫ്രൈ ആണ്. കാരണം രണ്ടും ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. എസ്പെഷ്യലി ഈ ബീൻസ് ഈ നീളമുള്ള ബീൻസ് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. ജസ്റ്റ് വെളിച്ചെണ്ണയിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ബീൻസും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ടാൽ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി റെഡിയായി. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. പിന്നെ പാവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് ഞാനൊന്ന് അപ്പുറത്തോട്ട് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുൾ കരിഞ്ഞു പോയി. പാവയ്ക്ക ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഈ പാവയ്ക്ക ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്കറിയില്ല. എന്നാലും അറിഞ്ഞുകൂടാത്തവർ എന്തായാലും ഡെഫിനറ്റായിട്ട്, പാവയ്ക്ക കഴിക്കാത്തവർ എന്തായാലും ഡെഫിനറ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ആദം എഴുന്നേറ്റു. അപ്പോൾ ആദമിന് സ്കൂളില്ലാത്തതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ആദമിനെയും കൊണ്ടുപോകും ഡ്യൂട്ടിക്ക്. ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം ഓഫീസ് ജോബല്ല. അപ്പം എനിക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം പിന്നെ അവന് കുറച്ച് ടയറിങ് ആവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം ബ്രദറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകും. ബ്രദറിൻ്റെ വൈഫും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവനെയും പിക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ ആക്കിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മുട്ടയും പിന്നെ സ്മൂത്തിയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസം ഞാൻ ഇതുപോലെ
ഡേറ്റ്സും അതുപോലെ കുറച്ച് നട്ട്സും വെള്ളത്തിനകത്ത് ഇട്ട് വെക്കും. ഇന്നത്തെ ബെറീസിൻ്റെ സ്മൂത്തിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മൂത്തിയാണ്. ഇതിനകത്ത് ഞാൻ റാസ്ബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓട്സും മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മൂത്തിയാണ്. മോസ്റ്റ്ലി രാവിലെ ഞാൻ ഇതാണ് കുടിക്കാറ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ആദമിന് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു അപ്പം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ചിലപ്പോൾ അവനത് കഴിക്കും, ഇല്ലെങ്കിൽ വേറെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആവുകയാണ്. പോകുമ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം മാത്രമേ കയ്യിൽ കരുതാറുള്ളൂ. വേറെ ലഞ്ചോ അങ്ങനെയൊന്നും കൊണ്ടുപോകാറുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫീസിലോട്ടല്ല ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ഒരു 2:30 ചിലപ്പം 3 ആവും. അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈമിങ്ങിലായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. ഇപ്പം ഞാൻ ഇറങ്ങി ആദമിനെയും കൂടി ഡ്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ. 5 AM to 9 AM ഉള്ള റൂട്ടീനാണ്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. ഇങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനത്തെ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.